ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തനം നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. ഭിന്നശേഷിക്കാരായ, പ്രത്യേകിച്ച് ബുദ്ധിപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സൗജന്യ വിദ്യാഭ്യാസവും പരിചരണവും പുനരധിവാസവും ഉറപ്പു നൽകുന്ന കാരുണ്യതീരം ക്യാമ്പസ് സംഘടനയുടെ പ്രധാന പ്രവർത്തനമാണ്. കാരുണ്യതീരത്തിൽ സ്പെഷ്യൽ സ്കൂളിന് പുറമെ തൊഴിൽ പരിശീലനം, തൊഴിൽ യൂണിറ്റ്, പകൽ പരിപാലന കേന്ദ്രം, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, പഞ്ചകർമ്മ, ആയുർവേദ തെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ മികച്ച രീതിയിൽ നൽകി വരുന്നുണ്ട്. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹകരണത്തോടെ അനാഥരും അഗതികളുമായ മുതിർന്ന ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്ന പ്രതീക്ഷാഭവൻ ആരംഭിച്ചിട്ടുണ്ട്. ആരോരുമില്ലാതിരുന്ന ഈ കുട്ടികൾക്ക് ഇന്ന് എല്ലാമാണ് പ്രതീക്ഷാഭവൻ. ഇവർക്ക് സന്തോഷകരമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കുക എന്നതാണ് പരമലക്ഷ്യം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, തൊഴിൽ പരിശീലനം, ഗ്രൂപ്പ് തെറാപ്പി, സൈക്കോളജിക്കൽ സേവനങ്ങളും പ്രതീക്ഷാഭവനിൽ നൽകി വരുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ചികിത്സയും മരുന്നും നൽകുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് ക്ലിനിക് വളണ്ടിയർമാരുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. ദുരന്ത നിവാരണ രംഗത്ത് പരിശീലനവും രക്ഷാപ്രവർത്തനവുമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം സദാ സന്നദ്ധരാണ്. ഭിന്നശേഷി മേഖലയിലെ പുത്തൻ വിശേഷങ്ങളും വാർത്തകളുമായി കമ്മ്യൂണിറ്റി റേഡിയോ കെയർ FM 89.6 എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ചു കഴിഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്ന നാഷണൽ ട്രസ്റ്റ് LLCയുടെ മലപ്പുറം NGO മെമ്പർ കൂടിയാണ് നിലവിൽ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ. ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കീഴിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാർക്ക് തണലാവാനൊരുങ്ങുന്ന കെയർ വില്ലേജ് സ്വപ്ന പദ്ധതിയാണ്. പാതി വഴിയിൽ നിൽക്കുന്ന കെട്ടിട നിർമ്മാണവും നിലവിലെ പദ്ധതികളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ഭാവി പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനുമായി ഭീമമായ സംഖ്യയാണ് സംഘടനയ്ക്ക് ചെലവ് വരുന്നത്. നന്മ പറ്റാത്ത മനുഷ്യരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ അത്രയും നടന്നു പോകുന്നത്. നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുമല്ലോ.